Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 28 ശനിയാഴ്ച. ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ കൂടിയായ ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവ് BDF മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളും സൈനിക സജ്ജതയും വിലയിരുത്തിയ രാജാവ് സൈനികരുടെ അർപ്പണബോധത്തെയും പോരാട്ടവീര്യത്തെയും പ്രശംസിച്ചു. രാജ്യത്തെയും പൗരന്മാരെയും സംരക്ഷിക്കുന്നതിൽ സൈന്യം പുലർത്തുന്ന ജാഗ്രത അഭിമാനകരമാണെന്നും എല്ലാ വിഭാഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BDF കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ ഖലീഫയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബഹ്റിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ 174 മിസൈലുകളും 385 ഡ്രോണുകളും BDF വിജയകരമായി വെടിവെച്ചിട്ടു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അതീവ ജാഗ്രതയിലാണെന്നും ആകാശസീമ സുരക്ഷിതമാണെന്നും BDF ജനറൽ കമാൻഡ് അറിയിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സൈന്യം വ്യക്തമാക്കി. സുരക്ഷ മുൻനിർത്തി പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആക്രമണമുണ്ടായ സ്ഥലങ്ങളിൽ നിന്നോ സംശയാസ്പദമായ വസ്തുക്കളിൽ നിന്നോ അകന്നു നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. സൈനിക നീക്കങ്ങളുടെ ചിത്രങ്ങൾ പകർത്തരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും BDF പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. തടവിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് അബ്ദുൽ മുഹ്സിൻ എന്ന യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം നൽകി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന് വേണ്ടി ചാരവൃത്തി നടത്തിയതിനും രാജ്യത്തെ സുപ്രധാന വിവരങ്ങൾ ചോർത്തിയതിനുമാണ് ഇയാളെ നാഷണൽ ഇൻ്റലിജൻസ് സർവീസ് അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രാലയം അറിയിച്ചു. മരണപ്പെട്ടയാളുടെ ശരീരത്തിലെ പരിക്കുകളുടെ പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്നും ജനങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തിൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ചില വിപണികളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് അനാവശ്യമായി വില വർദ്ധിപ്പിക്കുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് ബഹ്റൈൻ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ടീം വ്യാപകമായ പരിശോധന നടത്തി. നിലവിലെ സവിശേഷ സാഹചര്യം മുതലെടുത്ത് നടത്തുന്ന അന്യായമായ വിലവർദ്ധനവ് തടയുന്നതിനും സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് മന്ത്രാലയം നേരിട്ട് വിപണിയിലിറങ്ങിയത്. മനാമ, അൽ ഹിദ്ദിയർ, അൽ മുഹറഖ്, ഈസ്റ്റ് റിഫ, ഇസ ടൗൺ എന്നീ പ്രധാന മേഖലകളിലായി 102 വാണിജ്യ സ്ഥാപനങ്ങളിലാണ് ഇൻസ്പെക്ഷൻ ടീം പരിശോധന പൂർത്തിയാക്കിയത്. പരിശോധനയ്ക്കിടെ ഒരു വ്യാപാര സ്ഥാപനം ടോർച്ചുകൾക്ക് യാതൊരു കാരണവുമില്ലാതെ വില വർദ്ധിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി. നിയമലംഘനം വ്യക്തമായതിനെ തുടർന്ന് ഈ സ്ഥാപനം ഭരണപരമായ നടപടികളുടെ ഭാഗമായി ഉടനടി അടപ്പിച്ചു. നിലവിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും വ്യാപാരികൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിലും കർശനമായ നിരീക്ഷണം തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ബഹ്റൈനിലെ ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ഭക്തി നിർഭരമായി ആചരിച്ചു. ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം ബഹ്റൈനിലെ പ്രവാസികളും ഓശാന ആഘോഷിച്ചത്. മനാമയിലെ തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന പ്രത്യേക ഓശാന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കയ്യിൽ കുരുത്തോലുകളേന്തി ഓശാനപ്പടി വിശ്വാസികൾ നടത്തിയ ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം ദേവാലയാങ്കണത്തിൽ നടന്നു.
തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പീഡാനുഭവ ചരിത്ര വായനയ്ക്കും ഫാദർ ജോൺ ബ്രിട്ടോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വരും ദിവസങ്ങളിൽ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും തുടർന്ന് ഈസ്റ്റർ ആഘോഷങ്ങൾക്കും ദേവാലയങ്ങളിൽ തുടക്കമാകും. 2026 അഷിത സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ പ്രവാസിയായ റോയ് പൂച്ചേരിൽ കാവ്യപ്രതിഭാ പുരസ്കാരത്തിന് അർഹനായി. അദ്ദേഹത്തിൻ്റെ കാവ്യഭാവനാന്തരങ്ങൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. KP മോഹനാണ് മുഖ്യ പുരസ്കാരം. മറ്റു വിഭാഗങ്ങളിൽ BN റോയ് നോവൽ, മനോജ് ജാദവേദർ കഥ, ഡോക്ടർ സാബു കോട്ടുകൽ കവിത, ഡോക്ടർ K ശ്രീകുമാർ ജീവചരിത്രം, ബിന്ദു കാന ഓർമ്മക്കുറിപ്പ്, ലളിതാംബിക P ബാലസാഹിത്യം, ഹരികൃഷ്ണൻ CS ബാലപ്രതിഭ, പ്രവീൺ കുമാർ J യുവ സാഹിത്യ പ്രതിഭ എന്നിവർ പുരസ്കാരങ്ങൾ നേടി. ഏപ്രിൽ 4 തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ സച്ചിദാനന്ദൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് പോവുകയായിരുന്ന ബഹ്റൈൻ സ്വദേശികൾ സഞ്ചരിച്ച വാഹനം സൗദി അറേബ്യയിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. ബഹ്റൈൻ സ്വദേശിയായ ഖലീൽ ഇബ്രാഹിം അലിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 5 പേർക്ക് പരിക്കേറ്റു. ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.